കോക്കസ് തിയേറ്റേഴ്സ് പൊളിച്ചു നീക്കുവാനുള്ള ടെൻഡർ നടപടികൾ നിർത്തിവെച്ചു. പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ തുടർന്നാണ് നിർത്തിവെക്കൽ. ലേലത്തിന് എത്തിയവർ വലഞ്ഞു. കോക്കേസ് തിയേറ്റർ പൊളിച്ചു നീക്കാനുള്ള ടെൻഡർ നടപടികൾ അപ്രതീക്ഷിതമായി നിർത്തിവെച്ചത് ലേലത്തിനെത്തിയവരെ വലച്ചു. 120ഓളം പേരാണ് ലേലത്തിനായി എത്തിയത്. കഴിഞ്ഞ ദിവസം തന്നെ ഇവരിൽ നിന്നുള്ള നിരതദ്രവ്യം കോർപ്പറേഷൻ വാങ്ങിയിരുന്നു. ചൊവ്വാഴ്ച ലേലം വിളി നടക്കാനിരിക്കെയാണ് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മൂലം ടെൻഡർ നടപടികൾ നിർത്തിവെച്ചത്. പ്രതിപക്ഷത്തിന്റെ അറിവില്ലാതെയാണ് ടെൻഡർ നടപടികൾ മേയർ പ്രഖ്യാപിച്ചതെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. ഇതിനെ തുടർന്നായിരുന്നു നിർത്തിവെക്കൽ. ഇതിനെ തുടർന്ന് ലേലത്തിനെത്തിയവർ കോർപ്പറേഷൻ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസിൽ ബഹളം വെച്ചു. ഒടുവിൽ നിരതദ്രവ്യം തിരിച്ചു നൽകുകയായിരുന്നു. ഡിമോളിഷിംഗ് ഒരു ഓപ്ഷനാണ് ഇവിടെ നടക്കേണ്ടിയിരുന്നത്. അത് പ്രതിപക്ഷത്തിൽ നിന്ന് ആരോ പരാതി കൊടുത്തെന്നും പറഞ്ഞ് 128 ആൾക്കാർ ഇവിടെ EMD അടച്ചിട്ടുണ്ട്. 22,500 വെച്ചാണ് ഒരാളിൽ നിന്ന് വാങ്ങിച്ചേക്കണം. ഈ കാശ് മേടിച്ചിട്ട് ഇന്ന് എല്ലാവരും വിളിച്ച് കയറ്റി ഒരു 11:30-12 മണിയായപ്പോഴാണ് പറയുന്നത് ഓപ്ഷൻ നടക്കൂല, പരാതിയുണ്ട്, അതുകൊണ്ട് മാറ്റി വെച്ച്. അപ്പോൾ ഈ മേടിച്ച ആൾക്കാരെ കാശൊന്നും ഇപ്പോൾ കൊടുക്കൂല. ഇന്ന് താഴത്ത് വാങ്ങിച്ചാൽ കുറച്ച് ആൾക്കാരെ കാശേ കൊടുക്കുന്നുള്ളൂ. ബാക്കി മുകളിൽ അടച്ചേക്കുന്ന ആൾക്കാരെ കാശൊക്കെ 2 ദിവസം കഴിയേണ്ടത് എന്നാണ് പറയണത്. കോർപ്പറേഷനിൽ കാശ് അടച്ചു കഴിഞ്ഞാൽ 2 ദിവസമല്ല, ചുരുങ്ങിയത് 2 മാസം പിടിക്കാണ്ട് കാശ് തിരിച്ചു കിട്ടൂല. അതുകൊണ്ട് ഓപ്ഷൻ നടന്നില്ല. ഇതിൽ പങ്കെടുക്കാൻ ഇവിടെ അടച്ച എല്ലാവരെയും EMD തിരിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.